ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇടയ്ക്കൊക്കെ 1-2-3 കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ കമൻറ്റ് കാണാറുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് 1-2 കമൻറ്റ് കണ്ടിരുന്നു നോസ്പിൻസിനെ കളക്ഷൻ ചെയ്യുന്ന. എനിക്കങ്ങനെ ഒരുപാട് നോസ്പിൻസ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് നോസ്പിൻസ് ഉള്ളൂ, ഒരു 5-6 എണ്ണൊക്കെ ഉണ്ടാവും. ഒരു 5-6 എണ്ണൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ രണ്ടാമത്തെ മൂക്ക് കുത്തിയിട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും ബോറാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ കുത്തിയത്. ഒരു 4 വർഷമല്ല, എൻ്റെ ഒരു കല്യാണത്തിൻ്റെ മുന്നൊരു സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചി പോകും കേട്ടോ. ശരിക്കും നമ്മളെപ്പോഴും പറയില്ല, ആൺപിള്ളേരൊക്കെ കൂടുതൽ പെൺപിള്ളേരെ വായി നോക്കുന്നത്. ശരിയാണ് കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കാണുമ്പോൾ നമ്മൾ പെൺപിള്ളേരെ ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിന്നു പോകും. അതായത് രസം അവർ ആ ഒരു ഇട്ടേക്കണ ചിലപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആകാം, ഹെയർ സ്റ്റൈലാകാം, വളയാകാം, മാലയാവാം, കമ്മലാവാം, നമുക്ക് ഇഷ്ടമുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അതുപോലെ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ചേച്ചീനെ കണ്ടു, നല്ല ടോളായിട്ടുള്ള നല്ലൊരു ചേച്ചീനെ കണ്ടു കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഞാൻ നോക്കുമ്പോൾ 2 സൈഡ് മൂക്കുത്തി. അപ്പം എൻ്റെയൊക്കെ ഒരു ഇതിൽ ഞാൻ പണ്ടത്തെ പഴയ ആൾക്കാർ, പ്രായ ആൾക്കാരൊക്കെയാണ് മൂക്ക് അവരുടെ ഒരു ആചാരത്തിൻ്റെ പേരിലൊക്കെ മൂക്ക് കുത്തിയേക്കണേ കണ്ടിട്ട്. അതല്ലാണ്ട് റീസെൻ്റ്ലി ഗേൾസ് അങ്ങനെ കുത്തിയിട്ട് അതൊരു ട്രെൻഡായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അപ്പം നല്ല നമ്മുടെ ഇടയിലേക്ക് അങ്ങനെയല്ല ഓരോ ട്രെൻഡുകൾ വരിക. അപ്പോൾ പണ്ടൊന്നും അങ്ങനെ ഹെയർ കളറൊന്നും ഗേൾസ് അങ്ങനെ ചെയ്യില്ലായിരുന്നു. പിന്നെ ഹെയർ കളറിങ് വന്നു തുടങ്ങി. പിന്നെ നേരത്തെ ഹെയർ സ്ട്രെയിറ്റനിങ് ആയിരുന്നു, ഇപ്പോൾ ഗേൾസ് ഹെയർ കേളിങ് ചെയ്തു തുടങ്ങി. അപ്പം എല്ലാം ഒരു ട്രെൻഡായിട്ട് വരികയാണ്. പിന്നെ ടാറ്റു ഒക്കെ ആണെങ്കിലും ഏറ്റവും ആദ്യമൊക്കെ ബോയ്സ് ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ചെയ്യുക, പിന്നെ ഗേൾസ് ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത് 2 സൈഡിലും മൂക്ക് കുത്തുന്നത് പണ്ടത്തെ ആൾക്കാർ കുത്തുന്ന ഒരു ഇതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും കുത്തണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചി കുത്തിപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, നല്ല രസമുണ്ടല്ലോ അങ്ങനെ ഒരു തോന്നി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഒരു 1-2 വർഷങ്ങളായിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ 2 നോസ് കുത്തുന്നത്, പിന്നെ സ്പെക്ടം എന്താ അതിന് പറയുക, ഇവിടെ ഇങ്ങനെ മൂക്ക് കുത്തുന്നതൊക്കെ ട്രെൻഡായി തുടങ്ങി. ഇവിടെയും കുത്തിയില്ലെങ്കിലും ഇവിടെ മൂക്ക് കുത്തുന്നത് കണ്ടു. പിന്നെ ഒരു സൈഡിൽ കുത്തിയിട്ട് ഇവിടെ മൂക്ക് കുത്തുന്നത്, 2 സൈഡും കുത്തുന്നത്, അതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് ഇങ്ങനെ വന്ന് കണ്ടു തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെമിലിയർ ആണ്. അത് തന്നെയല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പം ഞാൻ എവിടെ നോക്കിയാലും മിക്ക ആൾക്കാർക്കും കാണുന്നുണ്ട് 2 മൂക്ക് കുത്തിയത്. അപ്പം ഇത് കുറച്ച് പേർക്ക് തന്നെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ. ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 2 മൂക്ക് കുത്തിയാലോ. അപ്പം എല്ലാവരും അയ്യേ 2 മൂക്കോ? എന്നോട് എല്ലാവരും തുടക്കം തന്നെ പറഞ്ഞു, ചേരില്ല, ഒരു രസം ഉണ്ടാവില്ല കാണാൻ, നീ വെറുതെ കുത്തി പണി വാങ്ങിക്കാൻ നിൽക്കണ്ട, ഉള്ള ഇത് നീ കളയണ്ട, ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ കുത്തണം മൂക്ക് കുത്തണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം. എങ്ങനെയെങ്കിലും കുത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴാണെങ്കിൽ നിനക്ക് രസം ഉണ്ടാവില്ല കേട്ടോ, നീ ഇനി കുത്തിന് പണി വാങ്ങിക്കണ്ട, വെറുതെ കുത്തിക്കഴിഞ്ഞ് ഇനി ചേരില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ ചേരില്ലെങ്കിൽ ചേരണ്ട, അതങ്ങോട്ട് ഊരിക്കളയാം എന്നുള്ള രീതിക്ക് ഞാൻ ചെറിയൊരു ഇങ്ങനെ റിങ്ങൊക്കെ എടുത്ത് വെച്ചൊക്കെ നോക്കി, കല്ല് വെച്ച് നോക്കി. എനിക്ക് അങ്ങോട്ട് ഇതെനിക്ക് ഭംഗിയുണ്ടോ? ആരോട് ചോദിച്ചാലും, വീട്ടിൽ ആരോട് ചോദിച്ചാലും എല്ലാവരും പറഞ്ഞാൽ അത്ര രസമൊന്നുമില്ല, ഇത് നീ വെറുതെ പണി വാങ്ങിക്കാനുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരും ഒരു മോട്ടിവേഷൻ തരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്തായാലും ആഗ്രഹമല്ലേ, കുത്തിയേക്കാം, പാളുവാണെങ്കിൽ പാളിക്കോട്ടെ, ഊരിക്കളയാവുന്നുള്ള പ്രശ്നമുള്ളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, കുത്തിയിട്ട് ആ വേദന സഹിച്ചിട്ട് അത് വെറുതെ പോയല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും എനിക്ക് ഉണ്ടാവില്ല. ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലെന്ന് വിചാരിച്ച് ഞാൻ കുത്താൻ തീരുമാനിച്ചു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് പലരും ഇപ്പോഴും ഞങ്ങൾ മൂകാംബികയിലാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് മിക്ക ചേച്ചിമാർ അമ്പലത്തിൽ വരുമ്പോൾ ഞാൻ കുറേ പേർക്കൊക്കെ കണ്ടു കേട്ടോ. 2 സൈഡിൽ മൂക്കുത്തി, വലിയ മൂക്കുത്തി കണ്ടിട്ട് നല്ല രസമായിട്ട് കണ്ടു. ഇവിടെ തന്നെ ഞാൻ കണ്ടത് ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഈ ഭാഗത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ മൂക്കുത്തിൽ അതിനൊക്കെ ഓരോ നാട്ടിൽ ഓരോ ഇതുണ്ടെന്ന് ഞാൻ കുട്ടികളുടെ വീടുകളിൽ പറഞ്ഞില്ല, വളകൾക്ക് ഓരോ ഇതുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ മിക്ക കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും മൂക്ക് കുത്തും, കാത് കുത്തും, ഇവിടെ കുത്തും. അതിനെന്താ ബുക്കയോ എന്തെങ്കിലും പറയും, ഇവിടെ കുത്തും. കർണാടക സ്റ്റൈലാണ്. ഞാൻ ഇവിടെ ഒരു ഇമേജ് കൊടുക്കാം. കർണാടക സ്റ്റൈലാണ് മെയിനായിട്ട് ഇവിടെ കുത്തുന്നതൊക്കെ. അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കാതൊക്കെ കുത്തിക്കണേ ഇവിടെ എല്ലാവരും ചോദിക്കും, ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കുത്തിയതാണെന്ന്. പക്ഷെ അല്ല, നമ്മുടെ നാട്ടിലും ഇതൊക്കെ ട്രെൻഡാലോ, അപ്പോൾ അങ്ങനെ കുത്തിയത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഒരു ആചാരത്തിൻ്റെ പേരിലാണ് കാത് മൂക്കും കുത്തുന്നത് കേട്ടോ. പക്ഷേ 2 മൂക്ക് കുത്തിയിട്ടുള്ള ആൾക്കാർ കർണാടക സ്റ്റൈലിൽ ഞാൻ അധികം ഇവിടെ കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കും, പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ സോഷ്യൽ മീഡിയസിലൊക്കെ കുറേ കാണാൻ തുടങ്ങി 2 സൈഡ് മൂക്ക് കുത്തുന്നത്. നമ്മുടെ ഗേൾസ്, അതായത് കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാരൊക്കെ കുത്തുന്നത് കണ്ടു തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മൂക്ക് കുത്തുന്നത്. അങ്ങനെ പോയിട്ട് ഞാൻ കുത്തിയതാണ്. അതിൻ്റെ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടോ, എനിക്കിഷ്ടമായി. ഇനി എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ആഗ്രഹം സാധിച്ചൊരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെയാണ് 2 മൂക്ക് കുത്തിയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി എന്താ ഇങ്ങനെ കുത്തി അങ്ങനെയെന്ന്?
പിന്നെ ഞാൻ എന്ന് വെച്ചാൽ മൂക്കുത്തി ആദ്യമായിട്ട് കുത്തിയ സമയത്ത് ഞാനൊരു 1 ഇയറോളം ആ മൂക്കുത്തി തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നത് മൂക്കിലിട്ട് ഇങ്ങനെ തിരിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിനോട് അത്ര ഒരു ഇതില്ല. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് ഊരി ഞാനിപ്പോൾ ഒരു മൂക്കുത്തി ഇട്ടാൽ കുറച്ച് ദിവസം അതങ്ങ് ഇട്ടുകൊണ്ട് എടുക്കും. 2 ആഴ്ച ഒരാഴ്ച ഒരു മാസമൊക്കെ ഇട്ടുകൊണ്ട് എടുക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇടണമെങ്കിൽ മാത്രമേ ഞാൻ മൂക്കുത്തി അങ്ങനെ ഊരാറുള്ളൂ. അല്ലെങ്കിൽ സ്ഥിരം ഒരു മൂക്കുത്തിയൊക്കെ തന്നെയാണ് കേട്ടോ ഇടാറ്. ആ ഇട്ടത് അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും. കണ്ടോ, ഒരു മൂക്കുത്തിയായിട്ട് ഇട്ടിട്ടും എനിക്കിഷ്ടമായി. കണ്ടോ. അപ്പോൾ ഫസ്റ്റ് മൂക്കുത്തി തന്നെ കാണിക്കാം. ദേ ഈ മൂക്കുത്തി ഇത് നീലയാണോ കറുപ്പാണോ? ഇത് ബ്ലൂ ആണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. കണ്ടോ, ഇതാണ് ഫസ്റ്റ് മൂക്കുത്തി. ഇത് ഗോൾഡ് മൂക്കുത്തി. ഇത് ഈ രണ്ടാമത്തെ മൂക്കുത്തി കുത്തിയിട്ട് ഞാൻ ഇത് ഊരിയിട്ടില്ല. അത് ഇച്ചിരി ഒരു പാടാണ്. എനിക്ക് നഖം വെച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വശം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലിട്ടിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അത് കുത്തിയിട്ട് കുറച്ച് നാളല്ലേ ആവുള്ളൂ. എനിക്കൊരു പേടിന് ഊരി അതിനൊരു ഇതാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മൂക്കുത്തി കേട്ടോ. രസമുണ്ടോന്ന് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം മൈലാഞ്ചി നമ്മളന്ന് ഗുഡ് വില്ലിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി തരില്ല. അപ്പോൾ അന്ന് ഞാൻ മൈലാഞ്ചി വാങ്ങിയത്. ആ മൈലാഞ്ചി ഇട്ട് നോക്കിയതാണ് കേട്ടോ. പൊങ്കാലയുടെ തലേദിവസം ഇട്ടതാണ്. അപ്പോൾ ഒരു മൂക്കുത്തി ഇതാണ് കണ്ടോ. ഇനി അടുത്ത മൂക്കുത്തി കാണിച്ചു തരാം. നെക്സ്റ്റ് മൂക്കുത്തി ഒരു നമ്മുടെ ജെ ഷേപ്പ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ജെ ഷേപ്പ് മൂക്കുത്തി കണ്ടോ. എനിക്ക് മൂക്കുത്തികൾ വലിയ മൂക്കുത്തിയാണെങ്കിലും ചെറിയ മൂക്കുത്തിയാണെങ്കിലും ഇടാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ? കാരണം ഇപ്പോൾ കണ്ടോ, ഓരോന്ന് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ എനിക്ക് മൂക്കുത്തികൾ ഇടാൻ ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ മാറി മൂക്കിലിട്ട് തിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല. പക്ഷെ മൂക്കുത്തികൾ ഇങ്ങനെ പല ഇതുള്ള. ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ഓമിൻ്റെ ഭയങ്കര ട്രെൻഡായിരുന്നില്ലേ കുറച്ച് നാൾ, ഓമിൻ്റെ ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്. പിന്നെ വെറും പ്ലെയിൻ സിൽവർ വെറും ഇങ്ങനെ ടൈറ്റ് അടിക്കുന്ന ഒരു റിങ്ങില്ല, അതും കൂടി വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മൂക്കുത്തി ഇതാണ് കേട്ടോ. ഓക്കെ. തേർഡ് വൺ എൻ്റെ ഒരു ഇയറിംഗ് ആയിരുന്നു. 2 എണ്ണം ഞാൻ ഒരേപോലെ ഇയറിംഗ് ആയിട്ട് ഇട്ടതായിരുന്നു. അതിലൊരെണ്ണം കാണാനില്ല. അപ്പം ഞാനതിന് മൂക്കുത്തിയാക്കി. പക്ഷെ ഞാനിത് എപ്പോഴും ഇട്ടുകൊണ്ട് എടുക്കാറൊന്നുമില്ല കേട്ടോ. ഒരു ആഗ്രഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഇടും, അത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് പ്രാന്തായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചത്. രസമുണ്ടല്ലേ? ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് അങ്ങനത്തെ ഒരു. ഓക്കെ. ഇത് ഞാൻ കുറച്ച് നേരമൊക്കെ പുറത്തോട്ടൊന്നും ഇട്ടുകൊണ്ട് പോകാറില്ല കേട്ടോ. എനിക്കിങ്ങനെ തോന്നുമ്പോൾ വീട്ടിൽ തന്നെ എടുത്തിടും. ഇതിൻ്റെ ഈ സംഭവം ഉള്ളിലേക്ക് കയറില്ല, കാര്യം ടൈറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ. പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഫാൻസി മൂക്കുത്തിയാണ് കേട്ടോ. രസമുണ്ടല്ലേ? ഓക്കെ. സാധാ 20 രൂപ 30 രൂപയ്ക്ക് എന്തോ വാങ്ങിയിട്ടുള്ളൊരു പണ്ട് ഉണ്ടായിരുന്ന ഒരു മൂക്കുത്തിയാണ്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നുള്ളൊരു മൂക്കുത്തി നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ഒരു ബ്ലൂ കല്ലിൻ്റെ, അതിൻ്റെ തന്നെ പിങ്ക് കണ്ടോ. പിങ്കാണ്, പിങ്ക് കല്ലാണ് കേട്ടോ. 2 മൂക്കിലും ഒരേപോലെ ഇടുന്ന ആൾക്കാരുണ്ട് വലുത്. എനിക്കിപ്പോൾ ഇത് അത്ര ഊരി ഇങ്ങനെ ഫെമിലിയറായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വലിയ പണിയാൻ പോകാത്തത്. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഞ്ജു ചേച്ചി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചി കേട്ടോ. അപ്പോൾ ആൻ സ്റ്റൈൽ എന്നാണ് ചേച്ചിയുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എനിക്ക് മൂക്കൂത്തി ഒരു പ്രാന്താണ്, ഞാനൊരു പ്രാന്തിയാണെന്നുള്ള സത്യ ചേച്ചി നേരത്തെ അറിഞ്ഞിട്ട് ചേച്ചി എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ ഈ ഒരു മൂക്കൂത്തി. അത് അന്ന് തന്നെ ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. സ്റ്റാർ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് 2-3 ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക്, പൊട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേച്ചി തന്നൊരു ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത്. ഈ കമ്മൽ, മൂക്കൂത്തി, വള, ലിപ്സ്റ്റിക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് കൊണ്ടു തന്നെ അതിൽ ഒരു ലിപ്സ്റ്റിക്ക് ഒരു മൂക്കൂത്തിയാണിത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്റ്റാറാണിത്. വലിയ മൂക്കുത്തി എനിക്ക് പണ്ടൊരു ഇതായിരുന്നു. വലിയ മൂക്കുത്തി എനിക്ക് ഇട്ട് അത്ര ചേരില്ല, എൻ്റെ മുഖം ചെറുതല്ലെന്ന്. പക്ഷേ അല്ല, വലിയ മൂക്കുത്തി ഇട്ടാലും എനിക്ക് ചേരണ പോലെ തോന്നിയിരുന്നു. അപ്പോൾ അതാണിത്. ഇനി നെക്സ്റ്റ് വൺ ഞാൻ റൂഹിൻ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള പേജ് ആയിരിക്കും. എന്തോരം മൂക്കുത്തി അതിൻ്റെ അകത്ത്, എന്ത് രസമാണ് കാണാനായിട്ട്. അവിടെ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു മൂക്കുത്തിയാണ് കേട്ടോ. ഇതും എൻ്റെ കുറേ നാളത്തെ ഒരു ഇതായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ വേണമെന്ന്. 500 സംതിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ വർത്താണ് കേട്ടോ ആ ഒരു റേഞ്ചിന്. ഇത് സിൽവർ കോട്ടഡ് ആയിട്ടുള്ളൊരു മൂക്കുത്തിയാണ്.
മൂക്കിലിട്ട് കഴിഞ്ഞാലും നല്ല രസമാണ് ഇത് കാണാനായിട്ട്. കണ്ടോ, ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന മൂക്കുത്തി. ഇത് ഞാൻ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടു ഈ മൂക്കുത്തി എവിടെ നിന്നാ, നല്ല രസമുണ്ടല്ലോ എന്ന് കുറേ പേര് നേരിട്ട് കണ്ടിട്ടൊക്കെ ആണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂക്കുത്തി എവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു മൂക്കുത്തിയാണ് ഈ മൂക്കുത്തി ഫ്രം റൂഹിൻ കളക്ഷൻ. ഈ മൂക്കുത്തി ഇതൊരു റൗണ്ട് എന്തൊട്ട് കാണില്ലേ, റൗണ്ട്, അയ്യോ നിങ്ങൾക്ക് കാണാനുണ്ടോ, റൗണ്ട് ഇങ്ങനെ കല്ലിൻ്റെ ഒരു മൂക്കുത്തിയാണ്. ഞാൻ ഇട്ട് കാണിക്കണോ, എനിക്ക് മടിയാവും. കയറുന്നില്ല കേട്ടോ, ഇത്തിരി അമർത്തേണ്ട വരും. അതുകൊണ്ട് ഇപ്പോൾ വേദന എടുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ കയറ്റാം. അപ്പോൾ ഇതാണ് സംഭവം. വട്ടത്തിൽ ഇടയിൽ കല്ലുണ്ട് കേട്ടോ, നല്ല പഞ്ചസാര മുത്ത് പോലത്തെ കല്ലുണ്ട്. അടുത്തത് ഈ മൂക്കുത്തിയാണ് കേട്ടോ. സിമ്പിളാണ് പക്ഷേ എലഗൻ്റാണ്. വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല രസമുള്ളൊരു മൂക്കുത്തി കേട്ടോ. കണ്ടോ, ഒരു ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്ന ഒരു മൂക്കുത്തി കണ്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെയുണ്ട് ചൂട്? എല്ലായിടത്തും ചൂട് തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്, തരക്കേട്ടില്ല. ഇങ്ങനെ പോയാൽ ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മളൊക്കെ ഒരു പരിവാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നല്ല ചൂട്. ഞാൻ അതായിട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചാണ്, എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി പോലെ അയച്ചിടാൻ വയ്യ. കണ്ടോ, അയ്യോ കാണുന്നില്ല. ജെ ഷേപ്പ് തന്നെ, കുഞ്ഞ് ജെ ആദ്യം ഇട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മൂക്കുത്തി ഒരു ദിവസം പോലും ഫുള്ളായിട്ട് അങ്ങനെ ഊരി വെച്ചിരുന്നിട്ടില്ല. കുറച്ച് നേരത്തേക്കൊക്കെ ഇങ്ങനെ ഊരിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇടും. കാര്യം മൂക്ക് ആ ഭാഗം കുറച്ച് ഇങ്ങനെ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് മൂക്ക് അടഞ്ഞു പോകാനും മൂക്കിൻ്റെ അവിടുത്തെ തൊലി ഭയങ്കര കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൂക്കുത്തി ഒരുപാട് നേരം ഊരി വെക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, മൂക്കുത്തി നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം. നമ്മൾ എടുത്ത് ഊരി ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷിൽ കുറച്ച് ഫേസ് വാഷോ സോപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫേസ് വാഷോ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ ഇടുമ്പോൾ മൂക്കുത്തിയിലും അതുപോലെ ചെവിയിൽ സെക്കൻഡ് സ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ എന്തായാലും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൂക്കുത്തി ഒന്നും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, ഡിമ്മായിട്ടിരിക്കും കളർ. ഓക്കെ, നിങ്ങളുടെ ഗോൾഡ് ആണെങ്കിലും ശരി, വെള്ളി ഏതാണെങ്കിലും ശരി കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ മറ്റേ മൂക്കുത്തി ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മൂക്കുത്തി കളക്ഷൻ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും മൂക്കുത്തി ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിലേത് മൂക്കുത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും പറഞ്ഞോ. നിങ്ങൾക്ക് മൂക്കുത്തി ഇഷ്ടമാണോ, അല്ലെങ്കിൽ കുത്താൻ ആഗ്രഹമുള്ളവരായിട്ട് കുത്താതിരിക്കുന്നവരാണോ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് കുത്തുക കേട്ടോ. അതൊന്നും നോക്കിയിരിക്കണ്ട. ഇനിയിപ്പോൾ കുത്തിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഊരിക്കോ, അതിനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ ആഗ്രഹത്തിന് വേണ്ടിയിട്ടെങ്കിലും കുത്തി നോക്കണമെന്ന് പറയും. കുത്തുമ്പോൾ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് കുത്തുക, ഷൂട്ട് ചെയ്യാതിരിക്കുക മാക്സിമം. നല്ലൊരു ജ്വല്ലറിയിൽ കുത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് പോയിട്ട് കുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.